പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് അഭിനന്ദനായ പക്കോമേസ്തിന്റെ പേര് കാലം ചെയ്തതിന് ശേഷം സഭയുടെ ഭരണഘടന പ്രകാരം ഈ ഭദ്രാസനത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഭദ്രാസനത്തിന് വേണ്ട മേൽനോട്ടവും ശ്രദ്ധയും വേണ്ട എല്ലാ ഗൈഡൻസും എല്ലാം തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അഭിനന്ദന പക്കോമേസ്തിന്റെ പേരിൻ്റെ പെരുന്നാളുകൾക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിലും ഈ വർഷവും മുടക്കം കൂടാതെ തന്നെ പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യവും നേതൃത്വവും വിശുദ്ധ കുർബാന അർപ്പണവും എല്ലാം തന്നെ ഭദ്രാസനത്തിൽ നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹകരമാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് എന്നും പ്രഭാതത്തിൽ തന്നെ ഇവിടെ എഴുന്നള്ളി വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അനുഗ്രഹ വാക്കുകൾ കൽപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ മാവേലിക്കര ഭദ്രാസനത്തിലെ വന്യവൈദികരുടെയും ഭദ്രാസന മക്കളെല്ലാവരുടെ നാമത്തിൽ ഏറെ സന്തോഷത്തോടും വിനയത്തോടും കൂടി ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദരായ പിതാക്കന്മാർ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ അഭിനന്ദ എപ്പിഫാന്യൂസ് തിരുമേനി, യൂറോപ്പ് UK ഭദ്രാസനാധിപൻ അഭിനന്ദനായ തിമോത്തിയോസ് തിരുമേനി, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിനന്ദനായ തെവദോറോസ് തിരുമേനി, ഈ പിതാക്കന്മാര് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. ഇന്നലെ സന്ധ്യയിൽ അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനിയും നമ്മോടൊപ്പം സന്ധ്യാനമസ്കാരം നേതൃത്വം നൽകി. ബ്രഹ്മവാർ ഭദ്രാസനാധിപൻ അഭിനന്ദനായ ഏലിയാസ് തിരുമേനിയും അഭിനന്ദനായ എല്ലാ പിതാക്കന്മാരെയും ഈ ദേവഭവൻ അരമനയിലേക്കും ഈ അനുസ്മരണ സമ്മേളനത്തിലേക്കും ഏറെ സന്തോഷത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അഭിനന്ദനായ പക്കോമേസ് തിരുമേനിയെ പറ്റിയുള്ള അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് എൻ്റെ വിചാരം അനുസരിച്ച് നമുക്കത്ര പരിചിതനല്ലാത്ത ഒരാളാണ് എന്നാണ് എൻ്റെ വിചാരം. ഡോക്ടർ ബിജു ജേക്കബ്. ഞാനും അദ്ദേഹത്തെ കാണുന്നത് ഇത് 2ാം പ്രാവശ്യമാണ്. 1-2 മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം ഏരിയ കത്തീഡ്രലിൽ വെച്ച് മലങ്കര സഭയുടെ വന്ദനായ TJ ജോഷുവ അച്ഛൻ്റെ ഒരു ഗുരുവന്ദനവ ചടങ്ങ് അവിടെ നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിന് അവസാനമായിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തിയത് ഈ ഡോക്ടർ ബിജു ജേക്കബ് ആയിരുന്നു. അന്നാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, പരിചയപ്പെടുന്നത്. പിന്നീട് അന്വേഷിച്ചു. നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം, TJ ജോഷുവ അച്ഛൻ്റെ സഹധർമ്മിണി കൊച്ചമ്മയുടെ സഹോദരൻ്റെ മകനാണ് ഈ ഡോക്ടർ ബിജു ജേക്കബ്. എന്നാൽ അതിലുപരി നാം ഏറെ കൗതുകത്തോടുകൂടി അഥവാ ഏറെ താല്പര്യത്തോടുകൂടി വീക്ഷിക്കുന്ന നമ്മുടെ ISRO ഇന്ത്യൻ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചീഫ് കൺട്രോളർ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമിച്ച് അതിൻ്റെ വളരെ ഉത്തരവാദിത്വമുള്ള ചുമതല വഹിക്കുന്ന മലങ്കര സഭയുടെ അഭിമാനപുത്രനാണ് ഡോക്ടർ ബിജു ജേക്കബ്. ഈ സമ്മേളനത്തിലേക്കും ഈ ഭദ്രാസനത്തിലേക്കും തേവഭവൻ അരമനയിലേക്കും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ അനുസ്മരണ പ്രസംഗം നിർവഹിക്കുന്നതിനായിട്ട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പോൾ മത്തായി സാറ് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. വന്യരായ കോറപ്പിസ്കോപ്പന്മാര്, വന്യ വൈദിക ശ്രേഷ്ഠര്, മാവേലിക്കര ഭദ്രാസനത്തിലെയും കൊല്ലം, ചെങ്ങന്നൂര്, നിരണം, നിലയ്ക്കൽ വിവിധ ഭദ്രാസനങ്ങളിൽ സഭാ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വന്യരായ വൈദിക ശ്രേഷ്ഠർ, അഭ്യുന്നനായ പക്കോമേസ് തിരുമേനിയുമായിട്ട് അല്പകാലവും ദീർഘകാലവും ഒക്കെയായിട്ട് സ്നേഹവും ബന്ധവും പരിചയവും പുലർത്തിയിരുന്ന വന്യരായ വൈദിക ശ്രേഷ്ഠർ എല്ലാവരുടെയും സാന്നിധ്യത്തെ ഏറെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസനത്തിനുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വിശ്വാസികളുടെ സമൂഹം എല്ലാവരെയും ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ പക്കോമേസ് തിരുമേനി നമ്മുടെ ഓർമ്മയിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന പിതാവാണ്.
കാലം ചെയ്തിട്ട് 4 വർഷം മാത്രമേ ആകുന്നുള്ളൂ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടതുമായ ആ അത്രമാത്രം ഊഷ്മളമായ സ്മരണകൾ എൻ്റെ നിങ്ങളുടെയും ഹൃദയത്തിൽ ആ പിതാവിനെ പറ്റി ഉണ്ട്. ഇവിടെയുള്ള വന്ദ്യരായ വൈദികർ പ്രത്യേകിച്ച് ചില കൊച്ചച്ചന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ തിരുവേനി അവരെ സ്നേഹിച്ചതും ശാസിച്ചതും ശിക്ഷിച്ചതും ഒക്കെയായുള്ള എത്രയോ സ്മരണകളാണ് കൊച്ചച്ചന്മാർക്കും വല്യച്ചന്മാർക്കും വിവിധ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉള്ള ഊഷ്മളമായ സ്മരണകൾ അഭ്യുതനായ പിതാവിനെ പറ്റി ഉണ്ട്. ഈ സ്മരണകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അഭ്യുതനായ പക്കോമേസ് തിരുമേനിയുടെ 4ാമത് ഓർമ്മ പെരുന്നാളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കാതോലിക്ക തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നതാണ്. പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് കാലം ചെയ്ത പൗലൂസ് മാർ പക്കോമേസ് തിരുമേനി. കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും യുവതലമുറയ്ക്കും ഒക്കെ അദ്ദേഹം ഒരു ആവേശമായിരുന്നു. അത്രമാത്രമുള്ള ഒരു പെരുമാറ്റ ശൈലി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ കുടുംബത്തിൽ ആ കുടുംബത്തിലെ താവഴിയിൽപ്പെട്ട ഒരു പിതാവാണ്. അതുപോലെയുള്ള ബദനി ആശ്രമത്തിൽ അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ അവിടെ ചെന്ന് ആ ആശ്രമത്തിലൊരു അംഗമായി, അതിൽ സുപ്പീരിയറായി, അതിലെ ഏറ്റവും നല്ല ധ്യാന ഗുരുവായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠനം നടത്തി തിരിച്ചു വന്ന് അദ്ദേഹം മലങ്കര സഭയുടെ ഒരു മേൽപ്പെട്ട സ്ഥാനിയായി തീരുകയും ചെയ്തു. കുറഞ്ഞ കാലത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ വളരെ ശക്തമായിരുന്നു നമുക്കറിയാം. തിരുമേനി വളരെ പെട്ടെന്ന് കോപിഷ്ഠനാകും, അതിനേക്കാൾ പെട്ടെന്ന് ശാന്തനാകും. ഈ രണ്ടും എപ്പോഴും അടുത്തറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം. കോപിഷ്ഠനായി കഴിഞ്ഞാൽ നല്ലതുപോലെ ശാസിക്കും, അതിനേക്കാൾ സ്പീഡിൽ ശാന്തതയും വരും. രണ്ടും ഒരുപോലെ ഉണ്ട്. ഓരോ വ്യക്തിത്വത്തിന് ഓരോ വ്യത്യസ്തമായ സ്വഭാവ ശൈലി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പിതാവ്. ഈ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ പ്രഥമ മെത്രാപ്പോലീത്ത എന്ന സ്ഥാനം മറ്റാർക്കും പങ്കുവെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതും തിരുമേനി തന്നെയാണ് ഇതിനെ ആദ്യകാലങ്ങളിൽ നട്ട് നനച്ച് വളർത്തി എന്നുള്ളത്. വടക്കൻ ഭാഗങ്ങളിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് അങ്കമാലി ഭദ്രാസനം. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു സ്ഥലമാണ്. അവിടെയും അദ്ദേഹത്തിന് വളരെയധികം സ്ഥാനവും സ്നേഹവും നല്ല ആത്മവിശ്വാസവുമുള്ള സ്നേഹിതരും ബന്ധുമിത്രാദികളും അവിടെയുമുണ്ട്. അപ്പോൾ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമന്യ തിരുമേനി ഒരു നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തിരുമേനി ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്നതും ശാസിച്ച് പറയുന്നതും വളരെ നല്ല ഒരു വ്യക്തി ബന്ധം പുലർത്തുന്ന രീതിയൊക്കെ നമുക്കും അറിയാം. എന്തായിരുന്നാലും ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ ഇടയ ശ്രേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഓർമ്മ പെരുന്നാളാണ് നമ്മളിവിടെ നടത്തുന്നത്. കുറിച്ചിയാണ് അദ്ദേഹത്തിൻ്റെ ഇടവക. കുറിച്ചി സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് ഇടവക. അവിടെയും ഒരു ചെറിയ രീതിയിലുള്ള പെരുന്നാൾ ആഘോഷമുണ്ട്. ബദനി ആശ്രമത്തിലെ അടുത്ത ശനിയാഴ്ച അവരുടെ ഔദ്യോഗികമായ പെരുന്നാളുണ്ട്. അങ്ങനെ 2-3 ഒരുപോലെ പെരുന്നാളുകൾ ആഘോഷിക്കാനുള്ള ഒരു നിയോഗവും തിരുമേനിക്കുണ്ട്. ഏതായിരുന്നാലും ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടവരൊക്കെ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. അവരെ ഒന്നും നമുക്ക് മറക്കാൻ അവകാശമില്ല. നാം മറന്നാലും അവർ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ളതാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. തീർച്ചയായും അഭിമന്യ തിരുമേനിയുടെ ആത്മാവ് വളരെ സമാധാനപൂർവ്വം കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു. നമുക്കും ആ സ്ഥാനത്തേക്ക് ഒരു സമയത്ത് എത്തിച്ചേരേണ്ടി വരും എന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ. ഏതായിരുന്നാലും അഭിമന്യ തിരുമേനിക്ക് ശാന്തിയും സമാധാനവും ക്രിസ്തുവിനോടുകൂടി ഒരു വിശ്രമ ജീവിതവും നയിക്കാനിടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്.
അനുസ്മരണ പ്രഭാഷണം നിർവഹിപ്പാൻ തക്കവണ്ണം ISROയുടെ ചീഫ് കൺട്രോളർ ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജു ജേക്കബ് ബാർബറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എന്നെ ഈ അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുവാൻ പ്രത്യേകം താല്പര്യമെടുത്ത ഇടവ മെത്രാപ്പോലീത്ത നിക്കോദിമോസ് തിരുമേനിയോടും എബി അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അഭിവന്യ കാതോലിക്ക ബാബ തിരുമനസ് സൂചിപ്പിച്ചതുപോലെ പക്കോമിയോസ് തിരുമേനിയുമായിട്ട് അടുത്ത് പരിചയമുള്ള ജനങ്ങളുടെ മുമ്പാകെ തിരുമേനിയെപ്പറ്റി അത്രയും അടുത്ത് പരിചയമില്ലാത്ത ഞാൻ ഒരു അനുസ്മരണം നടത്തുക ഒരു വലിയ ചുമതല, ഒരു കഠിനമായ ഒരു ചുമതലയാണ്. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കടന്നു പോകാതിരുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും എന്താണ് ഈ അനുസ്മരണ പ്രഭാഷണത്തിന്റെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നും ആ സ്മരണം നിലനിർത്തേണ്ടതെന്നും ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അഭിവന്യ തിരുമേനിയെ പരിചയം നെയ്ശ്ശേരിയിൽ ജോൺ സാറിന്റെ മകൻ എന്നുള്ള നിലയിലാണ്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു അത്ഭുതകരമായ ഒരു തോന്നൽ തോന്നും. തിരുമേനിയുടെ പിതാവിനെ എനിക്ക് എങ്ങനെയാണ് പരിചയം? നെയ്ശ്ശേരിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഞാൻ ജോഷുവാച്ചന്റെ ഒരു അടുത്ത ബന്ധുവാണ്. ജോഷുവാച്ചന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു നെയ്ശ്ശേരിയിൽ ജോൺ സാർ. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ ജോഷുവാച്ചനിൽ നിന്നും അച്ഛന്റെ സഹധർമ്മിണി എൻ്റെ കൊച്ചമ്മ കുഞ്ഞുരാമ കൊച്ചമ്മയിൽ നിന്ന് കേൾക്കുന്ന ഒരു ദിവസം സംസാരിച്ചാൽ ഒരു 10 തവണയെങ്കിലും വന്ന് വീഴുന്ന വാക്കാണ് നെയ്ശ്ശേരിയിൽ ജോൺ സാർ. നെയ്ശ്ശേരിയിൽ ജോൺ സാറുമായിട്ടുള്ള ആ സ്നേഹത്തിന്റെ അടുപ്പത്തിലാണ് എന്ന് എനിക്ക് ജോഷുവാച്ചൻ കോന്നിയിൽ നിന്ന് കോട്ടയത്തേക്ക് താമസം മാറ്റിയപ്പോൾ കുറിച്ചി തന്നെ താമസ സ്ഥലമായിട്ട് തിരഞ്ഞെടുത്തത് പോലും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെയ്ശ്ശേരിയിൽ ജോൺ സാറ് പലതവണ എൻ്റെ ഭവനത്തിലും വന്നിട്ടുണ്ട്. ഞാനന്നൊരു കൊച്ചുകുട്ടിയാണ്. അപ്പൊ ജോൺ സാറിന്റെ മകൻ തിരുമേനിയായി എന്നുള്ള രീതിയിലാണ് പക്കോമിയോസ് തിരുമേനിയെ പറ്റി ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹത്തിന്റെ ആ പുരോഹിത ശുശ്രൂഷയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ വഴിത്താരകളിലേക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആകസ്മികതകൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. അതേ ആകസ്മികതകൾ തിരുമേനിയുടെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, അദ്ദേഹത്തിന്റെ ജന്മദിനം. നമ്മൾ വിചാരിക്കും 26 ജനുവരി റിപ്പബ്ലിക് ഡേ ആണെന്ന്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ 17ാമത് സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ 1930 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ കൊടി വിവിധ ഭാഗങ്ങളിൽ ഉയർത്തി നിർത്തിയിരുന്ന ഒരു ദിവസമാണ്. 17ാമത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഘോഷിച്ച ദിവസമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ട് വന്നിരിക്കുന്നത്. അത് ആ ദിവസം ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിനും ജനുവരി 26 തെരഞ്ഞെടുക്കുവാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിന്റെ ജോൺ സാറിന്റെ മൂത്ത മകള് ഡോക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിങ്ങവനം സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് SB കോളേജിൽ നിന്ന് BSc ഫിസിക്സ് ആണ്. തിരുമേനി ഒരു ഫിസിസിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. SB കോളേജിൽ നിന്ന് BSc ഫിസിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്ത് കോളാറിൽ എഞ്ചിനീയറിംഗിന് 1 വർഷം പഠിക്കുന്ന സമയത്താണ് ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ച് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത്. വീണ്ടും ആ വഴിത്താരകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 68-ൽ ബഥനി ആശ്രമത്തിലെ അംഗമായി, 74-ൽ ശമാശനായി, പുരോഹിതനായി. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ജോൺ സാറിന്റെ മകന്റെ പേര് പൗലൂസ് എന്നല്ലായിരുന്നു. ജോൺ സാറിന്റെ മകന്റെ പേര് എബ്രഹാം എന്നായിരുന്നു. ആ എബ്രഹാമാണ് പൗലൂസ് OAC ആയിട്ട് മാറ്റപ്പെട്ടത്. എബ്രഹാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു യാദൃശ്ചികതയുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരാം. എബ്രഹാം 2ാമത്തെ മകൻ എന്നുള്ള നിലയ്ക്ക് അമ്മയുടെ അപ്പന്റെ പേര്
മാവേലിക്കര സ്വദേശിയായ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയ ഒരു വൈദികനായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവിന്റെ പിതാവ്. ആ പുരോഹിതന്റെ പേരാണ് എബ്രഹാം. എബ്രഹാമായിട്ട് ജീവിച്ചയാളാണ് ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ പെരുന്നാടിലേക്ക് ആശ്രമത്തിൽ ചേരുന്ന സമയത്ത് പുരോഹിതനാകുമ്പോൾ അവിടുത്തെ നിയമക്രമം അനുസരിച്ച് പൗലൂസായിട്ട് മാറുന്നത്. വീണ്ടും മറ്റൊരു യാദൃശ്ചികത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ സെമിനാരിയിൽ വിദ്യാഭ്യാസം നമ്മുടെ എല്ലാ പുരോഹിതന്മാരും വാർത്തെടുക്കുന്ന ആ പള്ളി വീട് എന്നുള്ള പഠിത്ത വീട് എന്നുള്ള പഴയ സെമിനാരിയുടെ പ്രൊഡക്റ്റ് അല്ല തിരുമേനി. ബിഷപ്സ് കോളേജ് കൽക്കട്ടയിൽ നിന്നാണ്, BD MTH ഇംഗ്ലണ്ടിൽ നിന്നാണ്. ജോഷുവാച്ചനോട് എപ്പോഴും സംസാരിച്ച സമയത്ത് ജോഷുവാച്ചൻ പ്രത്യേകം എന്നോട് എന്തോ ഒരു സംസാര സകലത്തിനകത്ത് വന്നു വീണ ഒരു കാര്യമാണ്, സെമിനാരിയുടെ പ്രൊഡക്റ്റ് അല്ല പക്കോമിയോസ് തിരുമേനി എന്ന്. വീണ്ടും ആ തീയതികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആ സ്മൃതി മണ്ഡപത്തിൽ നോക്കിയാൽ കാണാം, ഓഗസ്റ്റ് മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തെ മഹാപുരോഹിതനായിട്ട് വാഴിക്കുന്നത് 1993 ഓഗസ്റ്റ് മാസം 16-നാണ്. മാവേലിക്കര ഭദ്രാസനം രൂപം കൊള്ളുന്നത് 2002 ഓഗസ്റ്റിലും അദ്ദേഹം ചാർജ് എടുക്കുന്നത് 10-ാം തീയതിയുമാണ്. കാലം ചെയ്യുന്നത് 2012 ഓഗസ്റ്റ് മാസത്തിൽ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിനും ഇതുപോലെ ചില സമയങ്ങളുമായിട്ടൊക്കെ ഒരു പ്രത്യേകതകൾ കാണാറുണ്ട്. നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. 2012 അദ്ദേഹം കാലം ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുമായിരിക്കും. 2012 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 3 മഹാപുരോഹിതന്മാർ കാലം ചെയ്ത വർഷമാണ്. ഫെബ്രുവരി മാസം 16-ാം തീയതി ഒസാത്യോസ് തിരുമേനി, ഓഗസ്റ്റിൽ പക്കോമിയോസ് തിരുമേനി, വീണ്ടും ഡിസംബറിൽ ബർണബാസ് തിരുമേനി. മലങ്കരയുടെ ഇന്ന് പഴയ പിതാക്കന്മാരെ പറ്റിയൊക്കെ ഇന്ന് പല സ്ഥലത്തും വിവരങ്ങൾ, ഇന്ന് ഇന്റർനെറ്റും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവൈലബിൾ ആണ്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2012 പോലെ ഒരേ വർഷം 3 മഹാപുരോഹിതന്മാർ കാലം ചെയ്ത വർഷം മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ എല്ലാം ഉപരി അദ്ദേഹം ഇടുക്കിയുടെയും അങ്കമാലിയുടെയും തിരുമേനിയായിരുന്നെങ്കിലും ഒടുവിൽ താൻ പേര് സ്വീകരിച്ച ആ മാതാവിന്റെ ഭവനമുള്ള മാവേലിക്കരയുടെ ഭദ്രാസനത്തിനായിട്ട് തന്നെ വന്നു. 10 വർഷം സേവനമനുഷ്ഠിച്ചു. അഭിവന്യ പരിശുദ്ധ കാതോലിക്ക ബാവ നിങ്ങളോട് ഓർപ്പിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാം മനസ്സിൽ ആ തിരുമേനി പച്ച പിടിച്ച് നിൽക്കുന്നത്. ഒന്ന്, അസാധാരണമായ, ആർക്കും എപ്പോഴും അടുത്തിടപഴകാവുന്ന ഒരു അസാധാരണമായ മനുഷ്യസ്നേഹി, വലിയൊരു ധ്യാനഗുരു. എല്ലാത്തിനേക്കാളും ഉപരി മലങ്കരയിലെ മറ്റൊരു ദേറായിക്കും ഇല്ലാത്ത, ഒരു അരമനയ്ക്കും ഇല്ലാത്ത ഒരു പേര് തിയോഭവൻ, ദൈവഭവനം എന്ന ഒരു പേര്. ഈ 3 കൂടി കൂട്ടി വായിച്ചപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്നിനോടൊന്ന് ബന്ധമില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇത് 3 കൂടി ഒന്ന് കൂട്ടി വായിച്ചാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്കുള്ള കടക്കാനുള്ള ഒരു താക്കോല് നമുക്ക് ലഭിക്കും. ഞാനൊരു മറ്റൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തെ 91 പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ മന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് എന്ന് പറഞ്ഞാണ് ചന്ദ്രശേഖരനെ ഈ ഉദ്യോഗസ്ഥനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ മന്ത്രിയോട് ചോദിച്ചു, സാറേ ഞാൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല. അപ്പോൾ മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും താണവർഗക്കാരുടെയും ഒക്കെ ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനിടയായി? അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അത് ഞാനൊരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ടല്ല, ഞാനൊരു
ക്രിസ്ത്യാനി ആയതുകൊണ്ട് എല്ലാവരെയും ഒരേ മനോഭാവത്തോടുകൂടി കാണണമെന്നുള്ള ഒരു പഠിപ്പിക്കലിലാണ് ഞാൻ വളർന്നു വന്നത് എന്ന് പറഞ്ഞു. ആ പഠിപ്പിക്കലിന്റെ പ്രതിഫലനമാണ്. ഏതായാലും ആ മന്ത്രി പറഞ്ഞു, താൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും തന്നെ ഞങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, കാരണം താൻ അവർക്ക് വേണ്ടി ഒത്തിരി ചെയ്തിരിക്കുന്നു എന്ന് തമാശ രൂപേണ പറഞ്ഞ് അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ദൈവസ്നേഹത്തിന്റെ മറുവശമാണ് മനുഷ്യ സ്നേഹം. യേശുക്രിസ്തു തന്നെ പറയുന്നു, നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണയാത്മാവോടുകൂടി സ്നേഹിക്കണം, അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. തിരുമേനിയുടെ നിങ്ങൾ ഓരോരുത്തർക്കും അടുത്തിടപഴകിയിട്ടുള്ള ആ സന്ദർഭങ്ങളിൽ നിന്ന്, ആ മനുഷ്യ സ്നേഹം, മനുഷ്യരോടുള്ള ഇടപെടലിൽ നിന്ന് സ്പർശിച്ചിരിക്കുന്ന ആ സ്പർശനം ദൈവസ്നേഹത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് മറ്റെങ്ങുമില്ലാത്ത ഒരു പേര് ഈ അരമനെ കിട്ടിയിരിക്കുന്നത്. കവി പറയുന്നുണ്ട്, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ, അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ദീർഘമായിട്ട് സംസാരിക്കുവാനുള്ള ഒരു സമയമില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അനുസ്മരണ സമ്മേളനം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും മനോഹരമായ ഒരുപാട് ചടങ്ങുകൾ കോർത്തിണക്കിയാണ് ഈ ഭദ്രാസനം ഇത് ആഘോഷിച്ചിരിക്കുന്നത്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന പ്രോഗ്രാംസാണ്. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന നമ്മുടെ ആഘോഷങ്ങളും ചടങ്ങുകളും എല്ലാം കാലക്രമേണ മങ്ങിപ്പോ. തിരുവചനത്തിൽ തന്നെ പറയുന്നത് പോലെ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നു എന്ന് പറയുന്ന രീതിയിൽ തിരുമേനിയുമായിട്ട് അടുത്തു പഴകാൻ അവസരമില്ലാത്ത ഒരു തലമുറയായിരിക്കും വളർന്നു വരുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് എന്താണ് ശേഷിപ്പിക്കുവാൻ സാധിക്കുന്നത്? അതെപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും സംഭവങ്ങളുമായിരിക്കും. അഭിമന്യ തിരുമേനിയുടെ ജീവിതത്തിലേക്ക് കടന്നുപോയപ്പോൾ എന്നെ സ്പർശിച്ച സംഭവം, 1946 ജനിച്ചു. ഏകദേശം 68-69 കാലഘട്ടത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വിദേശ രാജ്യങ്ങളിലേക്ക് ഒക്കെയുള്ള ഒരു പാസ്പോർട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അമേരിക്കയിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വർഷത്തെ പഠനത്തിനിടയിൽ ആ പഠനം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ തിരികെ വരാൻ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ചു, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ദേറായ പട്ടക്കാരനാകാൻ വേണ്ടിയിട്ട് ബ്രഹ്മചര്യ വ്രതത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കടന്നു പോകാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചിന്തകൾ എന്താണ്? ഈ 4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം സ്നേഹിച്ച ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ 1ാം ചരമവാർഷികമായി. APJ അബ്ദുൽ കലാം ഒരു പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നു, എല്ലാ വ്യക്തികൾക്കും ചരിത്രത്തിന്റെ പുസ്തകത്തിൽ ഒരു താള് ഉണ്ട്. There is a page in the history of world for every person. ആ താള് നമ്മൾ നിറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലാണ്. ആ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോൾ അദ്ദേഹം പറയുന്നു, യുവാക്കളുടെ മുമ്പിലെ ഏറ്റവും വലിയ ചലഞ്ച് സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം സ്വപ്നങ്ങളുടെ പുറകെ പോകണമെങ്കിൽ ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വരും. ആ വെല്ലുവിളികൾ ഏറ്റവും ശക്തമായിട്ട് ഉയരുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷെ ഒന്ന് ഓർക്കുക, വെല്ലുവിളികളെ നേരിടാതെ ഈ സ്വപ്നങ്ങളുടെ പുറകെ പോയവര് മാത്രമാണ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവര്. അല്ലാത്തവര് എല്ലാവരും സാധാരണക്കാരായിട്ട് അവശേഷിച്ചു. നമുക്കറിഞ്ഞുകൂടാ, തിരുമേനി എബ്രഹാം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഭവനത്തിലുണ്ടായ സംഘർഷം, അദ്ദേഹം അനുഭവിച്ച ആന്തരിക സംഘർഷങ്ങൾ, ഇതൊന്നും നമുക്കറിഞ്ഞില്ല. പക്ഷേ വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനമാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നത് ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കരിയറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഡോക്ടർ കലാം പറയുന്നു, കരിയർ ഉപേക്ഷിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു ഡ്രീംസിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ചോദിക്കുന്ന മകനെ മകളെ നിനക്ക് എന്താകണമെന്ന് ചോദിക്കുന്നു. ഡോക്ടർ കലാം പറയുന്നു, നീ ചരിത്രത്തിൽ എന്ത് അവശേഷിപ്പിക്കുമെന്നുള്ള ചോദ്യം മക്കളോട് ചോദിക്കുക.
നമ്മളുടെ മുമ്പാകെ അങ്ങനെ എടുത്തവരെല്ലാവരും വലിയ റിസ്ക് എടുത്താണ് ചരിത്രത്തിൽ ഒരു സ്ഥാനം നേടിയത്, ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടി. പക്ഷേ നമുക്ക് ആ തിരുമേനിയുടെ ആന്തരിക സംഘർഷങ്ങൾ എന്താണ് നടന്നു പോയതെന്ന് നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തിയോ നമ്മളത് കണ്ടുപിടിക്കാനോ ശ്രമിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവൻ യേശുക്രിസ്തുവിന്റെ ചരിത്രം നോക്കിയാൽ പോലും നമുക്കിതറിയാം. കാരണം മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ യോഹന്നാന്റെ സുവിശേഷം വരുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ചിന്തകൾ നമ്മൾ അറിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവും പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ ചിന്തകളും ഭാഗികമായി അവസാനിച്ചു. അതുകൊണ്ട് പക്കോമിയോസ് തിരുമേനി വരും തലമുറയ്ക്കൊരു വെളിച്ചമായിട്ട് ജീവിതത്തിലെ ചില പ്രത്യേകതകൾ, തീരുമാനങ്ങൾ എടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെപ്പറ്റി, അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെപ്പറ്റി, ധ്യാനഗുരുവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ഇതെല്ലാം ഒന്ന് ക്രോഡീകരിക്കുവാനുള്ള ഒരു സംരംഭം ആവശ്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും മറന്നുപോകും. അദ്ദേഹത്തിന്റെ 6 പേരാണ് അവര്. അതിൽ തിരുമേനി മരിച്ചു, മറ്റൊരു സഹോദരനും മരിച്ചു, ബാക്കി 4 പേര് അവശേഷിക്കുന്നു, ഒരാൾ അമേരിക്ക. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുരോഹിതന്മാരെ, ഒരുപാട് വ്യക്തികളെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇവരുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ഇത് ക്രോഡീകരിച്ച് അദ്ദേഹത്തിന്റെ ആ ചിന്തകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആ പ്രേരക ശക്തികളാണ് മറ്റുള്ളവരെ അദ്ദേഹത്തെ പോലെ പാത പിന്തുടരാനായിട്ട് സഹായിക്കുന്നത്. അപ്പം ആ ചിന്തകൾ, ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല, പക്ഷെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതായിരിക്കും ഒരുപക്ഷെ 25 വർഷങ്ങൾക്ക് ശേഷം, 50 വർഷങ്ങൾക്ക് ശേഷം, 100 വർഷങ്ങൾക്ക് ശേഷം അഭിവന്ദ്യ തിരുമേനിയെ പറ്റി ഈ ഭദ്രാസനത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹ സമ്മാനം. അത് സാധിക്കട്ടെ. അതിലേക്ക് ഞാനൊരു ആഹ്വാനം തരികയാണ്. ഇംപ്രാക്ടിക്കൽ അല്ല പ്രിയപ്പെട്ടവരെ, അത് ചെയ്യണമെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. ആ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പാകെ ഒരിക്കൽ കൂടി എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സ്മരീയപുരുഷൻ ഭാഗ്യസ്മരണാർഹനായ അഭിവന്ദ്യനായ പൗലോസ് മാർ പക്കോമിയോസ് തിരുമനസിന്റെ ജീവിതയാത്രയുടെ ഏടുകളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജു ജേക്കബ് അവർ, സൗഖ്യദായകനായ ക്രിസ്തുവിന്റെ കാരുണ്യ സ്പർശം അനുഭവിച്ചറിഞ്ഞ വ്യക്തി, ക്യാൻസർ രോഗത്തെ ദൈവത്തിന്റെ കൃപയാലും തന്റെ ഇച്ഛാശക്തിയാലും പരാജയപ്പെടുത്തി ദൈവിക പദ്ധതികളിൽ പങ്കാളിയാകുവാൻ ദൈവം ആരോഗ്യവും ആയുസ്സും ദീർഘിപ്പിച്ചു. കേരള സംസ്ഥാനത്തിന്റെ മുൻ അക്കൗണ്ട് ജനറൽ, ഡെപ്യൂട്ടേഷനിൽ ഒമാൻ മിനിസ്ട്രിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ, ഭാരതത്തിന്റെ ISROയുടെ ചീഫ് കൺട്രോളർ ബഹുമാനപ്പെട്ട ബിജു ജേക്കബ് അവറുകൾക്ക് പരിശുദ്ധ ബാബാദിന മനസ്സുകൊണ്ട് മാർ പക്കോമിയോസ് അവാർഡ് 2016 സമ്മാനിക്കുന്നു. മാർ പക്കോമിയോസ് അവാർഡ് 2016 മാവേലിക്കര ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത അഭിവന്ദ്യ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ 4ാം ഓർമ്മ പെരുന്നാളിൽ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആത്മീക മകൻ, അഭിമാനപുത്രൻ, ISRO ചീഫ് കൺട്രോളർ ഡോക്ടർ ബിജു ജേക്കബ് അവർക്ക് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നാന്ദി കുറിച്ച മാവേലിക്കര പടിയോലയുടെ മക്കൾ അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തുതിയൻ കാതോലിക്ക ബാബ, മാവേലിക്കര തേയോഭവൻ അരമന, 2016 ഓഗസ്റ്റ് 1 തിങ്കളാഴ്ച. പരിശുദ്ധ ബാബ തിരുമേനി, അഭിവന്ദ്യ പിതാക്കന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, സ്നേഹമുള്ളവരെ, മാവേലിക്കര ഭദ്രാസനത്തിന്റെ പുതിയ കാൽവയ്പായിരുന്നു പൗലോസ് മാർ പക്കോമിയോസ് ശാലയം ഭവൻ. ഭാഗ്യസ്മരണാർഹനായ പക്കോമിയോസ് തിരുമേനിയുടെ സ്മരണ എന്നും നിലനിർത്തത്തക്ക രീതിയിൽ 2014 ഒക്ടോബർ മാസം ഭദ്രാസനം ശാലയം ഭവൻ ഏറ്റെടുത്ത് പൗലോസ് മാർ പക്കോമിയോസ് ശാലയം ഭവൻ എന്ന് പേരിട്ട് ഏതാണ്ട് 60ഓളം മാനസിക വൈകല്യത്തിൽ
ശാരീരിക അസ്വസ്ഥതയിലായിരിക്കുന്നവരെ സംരക്ഷിക്കുന്നു, പുനരധിവസിപ്പിക്കുന്നു. അഭിമാനത്തോടെ പൗലോസ് മാർ പക്കൂമിയോസ് ശാലേം ഭവന്റെ പ്രവർത്തനങ്ങൾ ഓർക്കുന്നു. തന്റെ ആദ്യ ഡയറക്ടറായ കെ വർഗീസ് അച്ഛൻ, തുടർന്ന് പ്രവർത്തിച്ച ബിജി ജോൺ അച്ഛൻ, ഇപ്പോൾ അതിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണമായും സമർപ്പിതനായി അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ഒന്നിനായി തോമസ് പി ജോൺ അച്ഛൻ, ശ്രേഷ്ഠ വൈദികരോടുള്ള ആദരവ് പ്രത്യേകാൽ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. പൗലോസ് മാർ പക്കൂമിയോസ് ശാലേം ഭവന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വവും ചുമതലയുമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. അവിടെ അന്തേവാസികൾക്ക് അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി ഒരു ക്യാൻഡിൽ യൂണിറ്റ് ആരംഭിക്കണമെന്ന് ഈ പൗലോസ് മാർ പക്കൂമിയോസ് സ്മാരക കമ്മിറ്റിയും ഭദ്രാസന കൗൺസിലും ആഗ്രഹിക്കുകയും ആ താല്പര്യം പലരോട് പറയുകയും ചെയ്തപ്പോൾ സൗദിയിലുള്ള റിയാദിലുള്ള സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പ്രയർ ഗ്രൂപ്പ് അതിനുവേണ്ട എല്ലാ ചെലവുകളും വഹിച്ചുകൊള്ളാം എന്നുള്ള സന്നദ്ധത നമ്മളെ അറിയിക്കുകയും അതിന്റെ സെക്രട്ടറി സാം ഇവിടെ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ട്രഷററായിട്ട് റിജൻ പ്രവർത്തിക്കുന്നു, വൈസ് പ്രസിഡന്റായിട്ട് സജി വർഗീസ്. സൗദി അറേബ്യയിൽ നമുക്കറിയാം നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളൊന്നുമില്ല. എന്നാലും നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസികൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മേക്കാൾ ആത്മീക ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നു. ഒരുപറ്റം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അത് ഇത്തരുണത്തിൽ ആദരപൂർവ്വം ഓർക്കുന്നു. റിജൻ നമ്മുടെ ഭദ്രാസന അംഗം കൂടിയാണ്, അതും ഇത്തരുണത്തിൽ ഓർക്കുന്നു. സെക്രട്ടറി കർത്തിയപ്പള്ളി സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക അംഗമാണ്. അതിന്റെ സെക്രട്ടറി സാം ഇപ്പോൾ മുന്നോട്ട് വരികയും അതിന്റെ മുഴുവൻ ചെലവുകൾ 1,00,000 രൂപ ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമേനി ഏൽപ്പിക്കുകയും പരിശുദ്ധ ബാബാ തിരുമേനി ഭദ്രാസന മെത്രാപ്പൊലീത്ത നിക്കോദിമോസ് തിരുമേനിയുടെ കയ്യിൽ അത് ഏൽപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് അറിയിക്കുന്നു. ശാലേം ഭവന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ഒരു ചാരിറ്റി ബോക്സ് അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് പി ജോൺ അച്ഛനാണ് അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അച്ഛന്റെ സേവനങ്ങൾ വിലമതിക്കാവുന്നതിന് അപ്പുറമാണ് എന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കുന്നു. ശാലേം ഭവന്റെ ചാരിറ്റി ബോക്സ് ബഹുമാനപ്പെട്ട തോമസ് പി ജോൺ അച്ഛൻ പരിശുദ്ധ ബാബാ തിരുമേനി ഏൽപ്പിക്കുന്നതും അത് നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും വയ്ക്കുവാൻ തക്കവണ്ണമുള്ളതാണ്. പുതിയ സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി വന്ദനായ ജോൺ സി പനച്ചന് പരിശുദ്ധ ബാബാ തിരുമേനി അത് നൽകുകയും ചെയ്യും. ജോൺ സി പനച്ചൻ ഇതിന്റെ അരമനയുടെ പണികൾക്ക് വേണ്ടി ഭാഗ്യസ്മരണാർഹനായ പക്കൂമിയോസ് തിരുമേനിയോടൊപ്പം ഇതിന്റെ കോർഡിനേറ്ററായി സുത്യർഹമായി പ്രവർത്തിച്ചതും ഇത്തരുണത്തിൽ ആദരപൂർവ്വം ഓർക്കുന്നു. ഇടവകൾക്ക് നൽകുന്ന ചാരിറ്റി ബോക്സ് പരിശുദ്ധ ബാബാ തിരുമേനി ജോൺ സി പനച്ചന് നൽകി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ശാലേം ഭവന്റെ അന്തേവാസികൾക്ക് ഒരു സൗണ്ട് സിസ്റ്റം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു. നമുക്കറിയാം അത് 4-5 വാർഡുകളായിട്ട് പല വിംഗികളായിട്ടാണ് അതിലെ അന്തേവാസികൾ താമസിക്കുന്നത്. അവർക്കെല്ലാവർക്കും സൗണ്ട് സിസ്റ്റം, അതായത് ഒരു ചെറിയ ബോക്സ് വാർഡുകളിൽ വെച്ച് അത് അവർക്ക് സംഗീതം ആസ്വദിക്കേണ്ടത് അത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ മറ്റു പൊതുചടങ്ങുകളുമുണ്ട്, അതിനും ഒരു മൈക്ക് സിസ്റ്റം ആവശ്യമാണ്. ഏതാണ്ട് 1,00,000 രൂപയോളം അതിന് ചെലവ് വരും. ഒന്നിനായ മത്തായി വിളനിലത്തച്ഛന്റെ പ്രത്യേക താല്പര്യം കൊണ്ട് പുതിയ സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകാംഗമായ ജേക്കബ് കോശി തൂമ്പുങ്കൽ അവർകൾ അതിന്റെ പണം ദോഹയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ഒന്നിനായി മത്തായി വിളനിലത്തച്ഛനെ അത് ഏൽപ്പിക്കുകയും അച്ഛൻ പരിശുദ്ധ ബാബാ തിരുമേനിയെ അത് നൽകുകയും തോമസ് പി ജോൺ അച്ഛൻ ആ തുക ഇത്തരണത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുന്നു. ശാലേം ഭവന്റെ സന്ദർശകർക്ക് ഒരു സൗവനീർ, ഒരു മെമെന്റോ നൽകണമെന്നുള്ളത് താല്പര്യപ്പെട്ടു. അതനുസരിച്ച് അതിമനോഹരമായി തിരുമേനിയുടെ ചിത്രം ആലേഖനം ചെയ്ത പൗലോസ് മാർ പക്കൂമിയോസ് ശാലേം ഭവന്റെ പ്രവർത്തനങ്ങൾ ഇപ്രകാരമായിരിക്കണമെന്നുള്ള ഉൾക്കാഴ്ച നൽകുന്ന ഒരു കപ്പ് ഈ ഇത്തരണത്തിൽ പ്രകാശനം ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. തോമസ് പി ജോൺ അച്ഛൻ പരിശുദ്ധ ബാബാ തിരുമേനി ഏൽപ്പിക്കുന്നതും ബഹുമാനപ്പെട്ട മാത്യു വൈദ്യൻ കോർപ്പിസ്കോപ്പ അച്ഛൻ അത് ഇത്തരണത്തിൽ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് അറിയിക്കുന്നു. ഇതിന്റെ എല്ലാ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പരിശുദ്ധ ബാബാ തിരുമേനിയുള്ള ആദരവും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നുള്ള മെറിറ്റ് എക്സലൻസ് അവാർഡുകളുടെ വിശദീകരണം ഡി ഗവർഗീസ് നൽകുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്
ഭദ്രാസനത്തിന് ഉള്ളതായ ആളുകൾക്കും പുറത്തുള്ളവർക്കുമായിട്ട് ചികിത്സാ സഹായം നൽകുന്ന പതിവ് നമുക്കുണ്ട്. ഈ വർഷം 17 പേർക്കാണ് ചികിത്സാ സഹായം നൽകുന്നത്. 2 പേർക്ക് പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് ആ തുക നൽകുന്നതും ശേഷിക്കുന്നവർ ഭദ്രാസന ഓഫീസിൽ നിന്ന് പ്രസ്തുത തുക കൈപ്പറ്റേണ്ടതുമാണ്. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് 2 പേർക്ക് നൽകുന്നു. രാമപുരം ശ്രീമന്ദിരത്തിൽ രാജേഷ്, തെക്കേ മങ്കുഴി ഇടവന തെക്കേതിൽ മധുസൂദനൻ എന്ന 2 പേർക്ക് ചികിത്സാ സഹായം നൽകിക്കൊണ്ട് പരിശുദ്ധ ബാവ തിരുമനസ്സ് ഈ വർഷത്തെ ജീവകാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തു.